യോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഡെയിലി വ്ലോഗ് ചാലഞ്ചിൽ ഇന്ന് ഡേ 3 ആണ്. രാവിലെ തന്നെ നമ്മുടെ റൂമിനകത്ത് കിട്ടിയ പില്ലേഴ്സ് ഉണ്ടല്ലോ, അതിന് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക സ്വത്ത്, അതും ബിയറിന്റെ ബോട്ടിലിനകത്ത്. സ്വത്ത് ഇങ്ങനെയാണ് നമ്മള് വെള്ളം ഒഴിക്കുന്നത്. ഇതൊക്കെ സെറ്റ് ആക്കുമ്പോ എന്റെ വീട്ടിൽ അമ്മ ഒഴിക്കുന്നൊക്കെ പറയുന്നതൊക്കെ രാവിലെ പോയിട്ട്. എന്റെ വീട്ടിൽ ഞാൻ പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ കൊള്ളാല്ലേ? കൊള്ളാം കൊള്ളാം. ഇതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടാ, ചൂടായിട്ടിരിക്കും. നമ്മൾ എണീറ്റ് വന്നപ്പോ തന്നെ ഇവിടെ നമ്മുടെ കിച്ചണിനകത്ത് ഇവിടെ പരിപാടി തുടങ്ങി കേട്ടോ. അതേ കല്ലൊക്കെ ഇവിടെ കെട്ടി സെറ്റ് ആക്കി. ഈ ചേട്ടനാണ് ഇന്നലെ ക്യാമറ കണ്ട് ഓടിപ്പോയത് കേട്ടോ. ചേട്ടാ ചേട്ടൻ പേരും തീർന്നു, എന്താ ക്യാമറ കണ്ടിട്ട് ഓടി പോകുന്നത്? വാസ്തുപ്രകാരം ഇത് കണക്ട് ആക്കിയിട്ടുണ്ട്. കണക്റ്റാക്കിയില്ല ഇപ്പൊ ചേട്ടനാണെങ്കിൽ രാവിലെ തന്നെ ഇവിടെ വണ്ടി ബിഗ് ബോയ്. ഇഡലിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡലി കഴിക്കുമ്പോ ഇങ്ങനെ കഴിക്കണം ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കഴിക്കാറുണ്ടോ ഇങ്ങനെ കുഴച്ച് പിഴിച്ചൊക്കെ? അങ്ങനെ ഗൈസ് ഇറ്റ്സ് മൂവി ടൈം. ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു പടത്തിന് പോകണം, ഇന്നലെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എന്തായാലും ഇന്ന് പോകാൻ പോവാണ്. അച്ഛാ സിനിമക്ക് വരുന്ന ആണോ? കമ്മിങ് ടു മൂവീസ് നോ. അങ്ങനെ ഗൈസ് പാൻ സിനിമാസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആൾക്കാരൊന്നും ഇല്ലേ, നമ്മൾ മാത്രമേ ഉള്ള. ഓ എനിക്ക് വേണ്ടി ഫുള്ളായിട്ട് ബുക്ക് ചെയ്തിട്ടേക്കാണ്. അത് തന്നെ, ഈ തിയേറ്റർ തന്നെ നിനക്ക് വേണ്ടി മൊത്തം ഞാൻ അങ്ങ് എടുത്തിരിക്കും. ഞാൻ സ്വത്തമാണെങ്കിൽ ഡെഡ്ലി കോംബോ ആണ് കേട്ടോ, വൈറ്റും. ഓ എങ്ങനെയുണ്ട്? അത് കൊള്ളാലോ. കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. പടം കണ്ടിട്ട് ഇറങ്ങിയല്ലോ കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെവിൻ പോളി അടിപൊളി അഭിനയം, അതുപോലെ തന്നെ ആ പെങ്കൊച്ചാണെങ്കിലും ഭയങ്കര അഭിനയം. ഡെലുലു പൊളിച്ച് കേട്ടാ, കൺസെപ്റ്റ് കൊള്ളായിരുന്നു. എന്നാലും അവസാനം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതെന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ സംഭവം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട്. ഒരു ഞെട്ടിക്കൽ സീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒട്ടും പ്രതീക്ഷയില്ല. നെവിൻ പോളിയും അജു വർഗീസും പൊളിയാട്ടോ ഇതിനകത്ത്, നല്ല രസമാണ്. ഇവര് അടിപൊളിയാട്ടോ, ആ കോംബോ തന്നെ അടിപൊളിയാണ്. എനിക്ക് പടം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തന്നെ പോയി കാണണം കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണ്. ഭയങ്കര അടിപൊളി പടം വന്നത് സത്യമായിട്ട്. ഞാൻ എൻ്റെ അമ്മ അച്ഛനും ചേട്ടനും എല്ലാവരും ഇന്നലത്തെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ വരുന്നത്. ഞാനാണെങ്കിൽ ഇപ്പൊ 6 മണിയാകാൻ ഇനി 5:59, ഒരു മിനിറ്റ് കൂടെ ഉള്ളു. ഇനി 16 സെക്കൻഡാണ് കാണിക്കണത്, 11 സെക്കൻഡ് കാണിക്കുന്നത്. ഓ കണ്ട, ഇപ്പൊ തന്നെ ഇടണം. കുറച്ച് ലേറ്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ് ആവല്ല, 1 മിനിറ്റിന്റെ ഒക്കെ ലേറ്റ് ആവുമായിരിക്കും കേട്ടോ. അത് ഇതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇത് ലേറ്റ് ആയി. ഇപ്പൊ വീഡിയോ എല്ലാം സെറ്റ് ആയിരുന്നു. ഉച്ചക്ക് 2 ഇഡലി മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ കഴിച്ചു. അതുകൊണ്ട് കോട്ടയത്ത് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ, ആദാമിൽ ചായ കട. അത്യാവശ്യം അടിപൊളി ഫുഡാണ്. അവിടെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ ഫുഡ് അടിക്കാൻ പോവുക. ഞങ്ങൾ പണ്ട് അല്ലേ ആദ്യം ഞാൻ ഇവിടെ സെറ്റ് ആക്കണ സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നീ മറ്റേ പിണങ്ങിട്ട് ഓടി വന്ന ദിവസം ഛർദ്ദിച്ച ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന. അത് തന്നെ എന്ന് പറയുമ്പോ മറ്റേ എന്റെ വീട് വിട്ട് ഇവിടെ കാണാൻ വേണ്ടി ഒരു ദിവസം നടന്നു വന്നില്ലേ ഞാൻ. അപ്പൊ അപ്പോഴും ഇവിടെ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അടിപൊളിയായിരുന്നില്ലേ, കുറെ മെമ്മറി ഉള്ള സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ ഫുഡും ഒക്കെ ഇവിടുത്തെ നൈസാണ്. കോയിൻസിഡന്റ് ഗൈസ്, എന്റെ വീട്ടിൽ പണ്ട് പഠിച്ച് നമ്മുടെ ചെറുക്കനായിട്ടാ അഭിരാജി. എടാ എന്നാ ഉണ്ട്, സുഖല്ലേ? എന്റെ പേരെന്തുവാ? ഞാൻ കല്യാണത്തിന് വന്നില്ലായിരുന്നു കേട്ടോ. ഐ എം റിയലി സോറി ബ്രോ. ഇവളുടെ വീട് അതിന്റെ അപ്പുറത്താണ്. അപ്പൊ ഞാൻ ഇവളുടെ വീട് വരെ ഒന്ന് വന്നായിരുന്നു. അപ്പൊ ഫുഡ് അടിക്കാന്ന് ഓർത്ത് വന്നത്. എന്നാണ്ട് സുഖല്ലേ? കുറെ ആളായില്ലേ ജിമ്മിൽ പോയിട്ട്. ഇന്നലെ പോയി ആപ്സിനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് വയറിന്റെ അവിടെയൊക്കെ ഭയങ്കര വേദനയുണ്ട്. ഇപ്പൊ കൊടകറായിരിക്കും, കുറച്ചാളെ കണ്ടോ ആളിയാ വിഷ. ഈ 2026 റെസൊല്യൂഷൻ ഉണ്ടല്ലോ, 2 കൽപ്പിച്ചാണ് ഞാൻ. ബിരിയാണി കഴിക്കാൻ പോവാണ്.
ഞങ്ങൾ ബിരിയാണി വാങ്ങാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ ബിരിയാണി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അടിപൊളിയല്ലേ? അടിപൊളി 100%. ഉറപ്പാണല്ലോ. എന്തായാലും ഞാൻ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ചേട്ടൻ വരുന്നത് കണ്ണൻ നായർ. ഞങ്ങൾക്കൊരു ചാനലുണ്ട്, സഞ്ജു ടെക്കി വ്ളോഗ്സ്. കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാം. അറിയല്ലേ? സബ്സ്ക്രൈബർ. ഇവിടുത്തെ മാനേജർ ബ്രോ 2-3 മിഠായി ഞങ്ങൾക്ക് കൊണ്ട് തന്നു കേട്ടാ, ചുമ്മാ. ഗൈസ്, ഇന്നലെ ഇവൾക്ക് നമ്മൾ റീൽ എടുത്തു കൊടുത്തില്ലേ, അത് ഇറങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. എനിക്കിത് ഫ്രീ ആയിട്ട് കാപ്പി കിട്ടി. കാണിച്ച ഇന്നത്തെ അത് കാണിച്ച്. എന്താണ് എന്നാ ഷൂട്ടാണ്. അപ്പൊ എനിക്ക് മേലെ ക്യാമറമാന്റെ കഴിവ് നോക്കി. എഡിറ്റിംഗ് ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാണ്ട് പറയല്ലോ കേട്ടോ, സംഭവം അടിപൊളിയല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാലും ഞങ്ങളുടെ ഇൻസ്റ്റ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നോക്കിയേക്ക്. അതന്നെ, നിന്റെ എഡിറ്റിംഗും അടിപൊളിയാ. അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ 2 വിഷയമല്ലേ ഗൈസ്? അല്ലേ കൊത്തു? എന്റെ മോള് സഞ്ജുവിന്റെ വളരെ പ്രിയപ്പെട്ട ആരാധിക, കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ ഗൈസ്, ചേട്ടന്റെ മോള് നമ്മുടെ കട്ട സബ്സ്ക്രൈബർ ആണ്. പേരെന്തോ? മാളവിക. ലവ് യു മുത്ത, നീ പൊളിയാണ്. ഇനി എന്റെ വീഡിയോസ് ഒക്കെ സമയം കിട്ടപ്പോഴേ കണ്ടേക്കണം. നിന്റെ ഡാഡിക്കുള്ളും വൻ പൊളിയായിട്ട്, ഒരു രക്ഷയില്ല. ഓക്കെ ഏട്ടാ, എന്തായാലും താങ്ക് യു. ഓക്കെ ഏട്ടാ. 65 കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ മറ്റേ സ്പെഷ്യൽ ബിരിയാണി. സ്വത്തു എടുത്തൊന്ന് ഡിവൈഡ് ചെയ്ത് പകുതിയായിട്ട് തരുക. എടി, അത് കുഞ്ഞു വെച്ചങ്ങാണ്ട് അടി. ആണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. ഒരു മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. നിങ്ങളവിടെ സാധാരണ മുട്ട വെക്കാറുണ്ട് അടി? ഞങ്ങളുടെയൊക്കെ ബിരിയാണികളകത്ത് മുട്ട വെക്കാറുണ്ട്. പപ്പടം ഉണ്ട്, സ്പെഷ്യൽ പപ്പടം. ചിക്കൻ കാലൊക്കെ സ്വത്ത് എടുത്തിട്ട് പോകുന്നു. എന്ത് സ്വത്ത്? ചെസ്റ്റ് പീസ് ഒക്കെയാണ് നിനക്ക് നല്ലത്. ചൂടാ, ഞാൻ ഇങ്ങനെ എടുക്കാനാ. I like chest piece, you know. I don't know. ഈ ചോറ് ഇങ്ങനെ പിടിക്കണം. അടിച്ചോറ് ഇങ്ങോട്ട് വെക്കണം. എനിക്കും കൂടെ അടി ഇങ്ങനെ എടുക്കണം. അടിച്ചോറ് ഇങ്ങോട്ട് വെക്കണം. കുറച്ച് ബാക്കി എടുത്തു. ഞാൻ കഴിക്കട്ടെ. അപ്പൊ എന്താ പരിപാടി? നീ വീട്ടിൽ പോവാണേ. നാളെ ഷൂട്ടാണല്ലേ? നാളെ ഷൂട്ടാ കൊച്ചിയില്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഓ, നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ എത്ര മണിയായി? 9 മണിയാകുമ്പോൾ 12 മണിയാകുമ്പോ എനിക്ക് അതിന് മുമ്പ് വീട്ടിൽ ചെന്ന് ഓർഡർ. ഇന്ന് ചലഞ്ച് ഉള്ളതല്ലേ? ഇന്ന് ഡേ 6 ആണ് കേട്ടോ. 365 ദിവസം എക്സസൈസിന്റെ ഇന്ന് ഡേ 6 ആണ്. അതൊക്കെ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ ഞാൻ ഇത്തിരി ക്ഷീണിച്ചു തുടങ്ങിയാന്ന് എനിക്കൊരു ഡൗട്ട് ഗൈസ്. അതുപോലെ ഞാൻ ഇത്തിരി വെളുത്തൊക്കെ വരുന്നുണ്ടാ. എനിക്ക് ദുബായിൽ നിന്ന് എന്തോ ക്രീമൊക്കെ വാങ്ങിച്ചോണ്ട് എനിക്ക് ഇട്ടായിരിക്കും കേട്ടോ ഇടക്ക്. ഞാൻ അതുകൊണ്ട് വെളുത്ത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, വെളുത്തല്ല, ഇത്തിരി ഒരു ഗ്ലോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വെളുത്താലും കറുത്താലും എന്താ, നമ്മൾ ലുക്കല്ലേ കൊത്തു. പിന്നെന്ത് വേണം? അങ്ങനെ കഴിച്ച് നമ്മൾ കോട്ടയത്ത് നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോ തന്നെ ഒരു മിനിറ്റ്, ലെൻസ് പൊടി ഉണ്ടായിരുന്നു. അപ്പൊ കേസ് അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോ തന്നെ 11:30. പിന്നെ ഒന്നും നോക്കില്ല. ജിമ്മിൽ പോകാനാണെങ്കിൽ ടൈമും ഇല്ലായിരുന്നു. അതുകൊണ്ട് നേരെ ട്രെഡ്മില്ലിൽ കയറിച്ചു. നമ്മൾ ഓടെ നടക്കുകയൊക്കെ ചെയ്യുകയാണ് 1 മണിക്കൂർ. അത് എൻ്റെ ബ്ലോഗ് കണ്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ കിടന്ന് ബ്ലോഗ് കാണും, സിനിമ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനർജി കൂടുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടാണ് ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യണം. അതാകുമ്പോൾ ബോറടിക്കത്തില്ല. അതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ തന്നെ ഇങ്ങനെയൊക്കെ ആലോചിച്ചോട്ടെ, ആർക്കൊക്കെ ആലോചിച്ചിരുന്നേച്ചും മടുത്തു. ഇതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഒരു രസമല്ലേ. പിന്നെ 365 ദിവസം എക്സസൈസും കൂടെ എടുത്തിട്ടുണ്ട് ചാലഞ്ചിൻ്റെ. അത് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ എന്തായാലും സെറ്റായി കേട്ടോ. ഇതുവരെയായിട്ട് വ്ലോഗ് ആണെങ്കിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്. എൻ്റെ എക്സസൈസ് ചാലഞ്ച് ആണെങ്കിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എല്ലാം അലൈനായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഞാൻ പൊരിക്കും. ഈ വർഷം പോകും, അത്രയല്ല. ഈ വർഷം എൻ്റെ ഗൈസ് ഒരു വിധത്തിൽ ഗൈസ് അങ്ങനെ 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. 212 കലോറി.